ABC നരഹത്യകൾ. നോവൽ. രചന അഗത ക്രിസ്റ്റി. വിവർത്തനം ഡോക്ടർ മുരളീകൃഷ്ണ. ശബ്ദം നൽകുന്നത് കെ ജയകൃഷ്ണൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC Books 2021, a DC Books production. അധ്യായം 1. ഒരു എഴുത്ത്. 1935 ജൂൺ മാസം. തെക്കേ അമേരിക്കയിലുള്ള ഞങ്ങളുടെ കൃഷിക്കളത്തിൽ നിന്നും 6 മാസക്കാലത്തെ താമസത്തിനായി ഞാൻ ലണ്ടനിൽ വന്നു. ഞങ്ങൾക്ക് അവിടെ ക്ലേശകരമായ കാലമായിരുന്നു. ലോകത്തെ ആകെ ഗ്രസിച്ച സാമ്പത്തിക തകർച്ച എല്ലാവരെയും പോലെ ഞങ്ങളെയും ബാധിച്ചു. ചില കാര്യങ്ങൾ സാധിക്കാൻ എന്റെ നേരിട്ടുള്ള സാന്നിധ്യവും ആവശ്യമായിരുന്നു. അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിവരാൻ എനിക്ക് പല കാരണങ്ങളും ഉണ്ടായി. കൃഷിക്കളത്തിലെ കാര്യങ്ങൾ നോക്കാനായി എന്റെ ഭാര്യ തെക്കേ അമേരിക്കയിൽ തന്നെ കഴിഞ്ഞു. നാട്ടിലെത്തിയ ശേഷം ഞാൻ ആദ്യം ചെയ്തത് പഴയ കൂട്ടുകാരനെ കണ്ടുപിടിക്കുകയായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ലണ്ടനിലുള്ള പുതിയ താമസ സ്ഥലത്ത് വെച്ച് ഞാൻ ഹെർക്യൂൾ പോയിറോട്ടിനെ കണ്ടു. വിചിത്രമായ ക്ഷേത്രഗണിതമാനമുള്ള ആ ഫ്ളാറ്റ് തന്നെ താമസിക്കാൻ തിരഞ്ഞെടുത്തതിന് ഞാൻ കൂട്ടുകാരനെ കുറെ കുറ്റപ്പെടുത്തി. ഇഷ്ടൻ അത് ശരിവയ്ക്കുകയും ചെയ്തു. നോക്കൂ സുഹൃത്തെ, ഈ വീട് എന്നാലും സന്തോഷകരമായ ഒരു പൊരുത്തം കാട്ടുന്നില്ലെന്നുണ്ടോ? പോയിറോട്ട് അങ്ങനെ വാദിച്ചപ്പോൾ മനസ്സിൽ തോന്നിയ മറുപടി പെട്ടെന്ന് പറഞ്ഞു. ഇത് വളരെ സമചതുരമായി പോയില്ലേ? പെട്ടെന്ന് ഞാൻ പഴയ ഒരു തമാശ ഓർത്തു. സുഹൃത്തിനെ ഒന്ന് ചൊടിപ്പിക്കാനായി അത് പറഞ്ഞു. ഈ അത്യന്താധുനിക സത്രത്തിൽ നിങ്ങൾക്ക് കോഴികളെക്കൊണ്ട് ചതുര മുട്ടകൾ ഇടിക്കാൻ കഴിയാറുണ്ടോ? പോയിറോട്ട് ഹൃദയം തുറന്നു ചിരിച്ചു. ഓ, നിങ്ങളത് ഓർക്കുന്നുണ്ടല്ലോ. കഷ്ടം. ഇല്ല, അതുമാത്രം കഴിഞ്ഞില്ല. ആധുനികമായ അഭിരുചികൾ സ്വായത്തമാക്കാൻ തക്കവണ്ണം കോഴികളെ പ്രേരിപ്പിക്കാൻ മാത്രം ശാസ്ത്രം വളർന്നിട്ടില്ല. അവ ഇപ്പോഴും പല നിറത്തിലും ആകൃതിയിലുമുള്ള മുട്ടകളിടുന്നു. സ്നേഹം നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ എന്റെ പഴയ സുഹൃത്തിനെ നോക്കി. പോയിറോട്ട് അദ്ഭുതകരമാവണ്ണം പ്രസന്നനായി കാണപ്പെട്ടു. ഞാൻ അവസാനമായി കണ്ട ദിവസത്തേക്കാൾ ഒരു ദിവസം കൂടി മാത്രം പ്രായം കൂടിയ പോലെ. നിങ്ങൾ വളരെ ഉന്മേഷവാനായിരിക്കുന്നല്ലോ. പ്രായം അല്പം പോലും വർദ്ധിച്ചിട്ടില്ല. അസാധ്യമാണെന്നറിയാമെങ്കിലും പറയട്ടെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ വളരെ കുറച്ച് നരകളെ ഇപ്പോൾ കാണുന്നുള്ളൂ. പോയിറോട്ട് എന്റെ മുഖത്തേക്ക് തറച്ചു നോക്കി. എന്നിട്ട് പതുക്കെ പറഞ്ഞു, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചുകൂടാ? പറഞ്ഞത് വളരെ ശരിയാണ്. വെളുക്കേണ്ടതിന് പകരം തലമുടി ഇങ്ങനെ കറുത്തുവരുന്നതിന്റെ രഹസ്യമെന്താണ്? പോയിറോട്ട് കണ്ണിറുക്കി. തികച്ചും ശാസ്ത്രീയമായ ഒരു അസംഭാവ്യത. തീർച്ചയായും അല്ല, പോയിറോട്ട് തർക്കിച്ചു. എന്തായാലും സംഗതി തികച്ചും അസാധാരണം തന്നെ. അത് പ്രകൃതിക്ക് എതിരാണ്. പഴയ ആൾ തന്നെ ഹേസ്റ്റിങ്സ്. സുന്ദരവും സംശയാതീതവുമായ ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത്. വർഷങ്ങൾ താങ്കളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഒരു വസ്തുത നിരീക്ഷിക്കുകയും എന്താണ് ചെയ്യുന്നതെന്നറിയാതെ തന്നെ അതിന്റെ ഉത്തരങ്ങൾ ഒറ്റ ശ്വാസത്തിൽ നൽകുകയും ചെയ്യുന്നു. അമ്പരപ്പോടെ ഞാൻ പോയിറോട്ടിനെ നോക്കി. നിശബ്ദനായി അയാൾ കിടപ്പുമുറിയിലേക്ക് നടന്നു. കയ്യിൽ ഒരു കുപ്പിയുമായി വേഗത്തിൽ മടങ്ങിവന്നു. അത് എന്റെ മുന്നിലേക്ക് നീട്ടി. കുപ്പിയിലുള്ള അക്ഷരങ്ങൾ ഞാൻ പതുക്കെ വായിച്ചു. റിവി വൈറ്റ്. തലമുടിയുടെ സ്വാഭാവിക നിറം തിരിച്ചു കൊണ്ടുവരാൻ. റിവി വൈറ്റ് ഒരു ഡൈ അല്ല. 5 വർണ്ണങ്ങളിൽ: ചാരം, ചുവപ്പ്, ഊദ, തവിട്ട്, കറുപ്പ്. പോയിറോട്ട്, നിങ്ങൾ മുടിക്ക് ചായം തേച്ചു തുടങ്ങിയോ? ഞാൻ ഉറക്കെ ചോദിച്ചു. ആ, താങ്കൾക്ക് ഗ്രഹണശക്തി വരുന്നു. അതെ, അതാണ് കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ കൂടുതൽ കറുപ്പുനിറം മുടിക്ക് വരാൻ കാരണം. തീർച്ചയായും. സുഹൃത്തേ, ചെറിയ ഒരു നടുക്കത്തിൽ നിന്നും ഉണർന്ന ഞാൻ ചോദിച്ചു. എനിക്ക് Sample complete. Ready to continue?